ഇന്നൊരു വാണിഭം സഹിക്കത്തില്ല. എന്നാൽ ഈ ഇരിക്കുന്ന എല്ലാ പാർട്ടിയിലും എല്ലാ വാണിഭവും നടത്തിയവരുണ്ട്. ആരെങ്കിലും പറഞ്ഞവരുണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെന്തെങ്കിലും പ്രതിവിധി നേടിയിട്ടുണ്ടോ? ഒന്നുമില്ല. അല്ല, ഇനി ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ ട്രാൻസ്ജെൻഡറെയൊക്കെ പോയി രാഹുൽ പീഡിപ്പിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താ പെണ്ണ് കിട്ടത്തില്ലേ? അല്ല, ഞാൻ ഈ ഒരു പെണ്ണിന്റെ പുറകെ വന്നിട്ട് പിന്നെ ഈ ട്രാൻസ്ഫർ പോയി ചൊറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്ന അത്രയ്ക്ക് ദാരിദ്ര്യമാണ് അവൻ ഇത്രയും വലിയൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കിട്ടാനിട്ടാണോ അവന്? ഈ ഒരു പെണ്ണെ അവൻ പിടിപ്പിക്കാറുണ്ട്, വേറെ ഒന്നും ചെയ്തൂടെ? ഈ ട്രാൻസ്ഫറിനെ പോയി ഒന്നുമില്ലാത്തതിനെ പറ്റിയാണോ? ഞാൻ വേറെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ട് പറയാം ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട് വന്നു. ഇതും പറയുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട് പോവാ. എന്നാ എന്നെ വിളിച്ചെന്നും പറയുന്നത് എന്തോ എനിക്ക് അത്രയും ഒരു തറയാകാൻ പറ്റുമോ? അത്രയും വലിയൊരു ഇത്രയും ഒരു നല്ലൊരു ചെറുപ്പക്കാരന് അത്രയും ഒരു തറയാവൂ? അതിൻ്റെ ആ ഒരു പെണ്ണിൻ്റെ പുറകിന് പോയി പീഡിപ്പിച്ചു അല്ലാതെ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഉണ്ട്. ട്രാൻസ്ജെൻഡർ പറയുന്ന പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പെണ്ണുങ്ങൾ ആണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് ആണുങ്ങളല്ല. ഇപ്പം അവരുടെ പേരിലാണ് പോയിക്കോട്ടിരിക്കുന്നത്. എന്താ കഥ? സത്യം പറയാം, നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. രാഹുലിനെ നേരത്തെ തൊട്ട് അറിയാം. ഈ രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് ഈ പാർട്ടിക്കാർ തന്നെ ചെയ്യുന്ന പണിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ MLA സ്ഥാനം വെക്കേണ്ടത് നമ്മുടെ ഇന്ന് MP ഇരിക്കുന്നവരുടെ പേരിലും വന്നിട്ടില്ല വിവാദങ്ങൾ. എത്രയോ പ്രാവശ്യം നമ്മുടെ മുകേഷിൻ്റെ പേര് വന്നു, നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ പേര് വന്നു, ഇതെല്ലാവരുടെയും പേര് വന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് വന്നില്ല, എല്ലാവരുടെയും പേര് വന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല? അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഈ ചെറുക്കൻ പയ്യൻ ഒരു ജനയുഗമായിട്ട് വരിക. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയല്ല ഒരു 10-50 കൊല്ലം അവന് ഭരിക്കാൻ പറ്റും, നല്ലൊരു മന്ത്രിയാവാൻ പറ്റും. അപ്പോൾ എവനെ എങ്ങനെയും മുഖ്യമന്ത്രിയാക്കാൻ പറ്റും. അപ്പോൾ എവനെ എങ്ങനെയും ചവിട്ടി താക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കയറി ഈ കോൺഗ്രസ് പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും മന്ത്രിസ്ഥാനം മതി. ഭരിക്കണം, കുളമാക്കി ഇനിയും പ്രത്യേകിച്ച് കുളമാക്കണം. നല്ല കൊച്ചു പിള്ളേരെ കയറണം, അവർ കയറി അവർ ഈ നല്ലൊരു ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ടേ പറ്റൂ. രമേശ് ചെന്നിത്തല, ഉമാ തോമസ് ഒക്കെ ആണല്ലോ പറയുന്നത് ഇദ്ദേഹം രാജിവെക്കണമെന്ന്. ഇവരെല്ലാം ഈ ഉമാ തോമസ് ആയാലും ഇതിൻ്റെ രമേശ് ചെന്നിത്തല ആയാലും ആരായാലും ശരി തന്നെ. ഞാൻ പറഞ്ഞല്ലേ, ഇവരുടെ പേരിലൊക്കെ കേസുണ്ട്, ഇതുണ്ടായിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താ അവർ MLA സ്ഥാനം രാജിവെക്കാൻ പറയുന്നില്ലേ? ഇതൊക്കെ ആദ്യം ഇത് തെളിയിക്കണം. തെളിയിച്ച് ഇത് സത്യം ഉണ്ടെങ്കിൽ തെറ്റ് കണ്ട സത്യമാണ്, അവനെ കൊണ്ട് അതെല്ലാം അതിനപ്പുറത്തും ചെയ്യിപ്പിക്കാം. അത് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ. അവനൊരു തെറ്റുകാരനാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ പ്രതിവിധി അത് ചെയ്യണം. നിയമം അറിയിക്കുന്ന ശിക്ഷ അവന് കൊടുക്കുകയും ചെയ്യണം.